ഇവരുടെ പ്രത്യേകിച്ച് വെച്ചാൽ നമുക്ക് കോഴിയെ വളർത്തുന്ന പോലെ തന്നെ നമുക്ക് ഇവരെ വളർത്താം. അത്യാവശ്യം നല്ല വലിപ്പമാണ്. നമ്മുടെ ഒട്ടകപക്ഷി കഴിഞ്ഞാൽ പിന്നെ വലിപ്പമുള്ള ബേഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു എമുവിൻ്റെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പക്ഷി നമ്മുടെ എമു. പല പ്രായത്തിലുള്ള ആൾക്കാർ നമ്മുടെ ഫാമിലുണ്ട്. ഇതിപ്പോൾ 1 മാസം ആയ ആൾക്കാരാണ്, അപ്പുറത്ത് 2.5 മാസം ആയ ആൾക്കാരാണ് കേട്ടോ. കുറേ ആൾക്കാരുണ്ട്, 10-40 ആൾക്കാർ നമ്മുടെ ഫാമിൽ ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ പന്തളത്തുള്ള നമ്മുടെ ശ്യാം എന്ന് പറഞ്ഞ ചേട്ടൻ്റെ വീട്ടിലാട്ടോ. ഒരു 2 വർഷമൊക്കെ ആകുമ്പോഴത്തേനും അത്യാവശ്യം നല്ല സൈസ് ആവും. ഏകദേശം 35 കിലോ 40 കിലോ വരെ ഇതാവുന്നുണ്ട്. ഒരു വർഷം നമുക്ക് ഒരു 10-32 മുട്ട കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മുടെ നാട്ടിൽ മെയിനായിട്ട് ഒരു അലങ്കാരത്തിനൊക്കെയാണ് കൂടുതൽ വളർത്തുന്നത്. പലതരത്തിലുള്ള ഔഷധ ഗുണങ്ങളാണ് ഇതിൻ്റെ ഇറച്ചി. അതുപോലെ തന്നെ ഇതിൻ്റെ എണ്ണയ്ക്കൊക്കെ വേണ്ടി ഇവരെ ധാരാളം വളർത്തുന്നുണ്ട്. കാരണം കോസ്മെറ്റിക്സ് ഒക്കെ നിർമ്മിക്കാൻ വേണ്ടി ഇതിൻ്റെ എണ്ണയൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ഇവരെ വളർത്താൻ നമുക്ക് എളുപ്പമാണ്. കോഴി കൊടുക്കുന്ന അതായത് തീറ്റയും കാര്യങ്ങളൊക്കെ തന്നെ മതി. പിന്നെ ഓപ്പണായിട്ട് നമുക്ക് ഇതൊക്കെ ഫെൻസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തിട്ട് വളർത്താൻ പറ്റും. കൂടില്ലെങ്കിൽ പോലും ഈ ഒരു ബേഡിനെ നമുക്ക് വളർത്താൻ പറ്റുന്നതാണ്. അതാണ് ഈ ഒരു എമുവിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിൻ്റെ ഓണറിൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇണങ്ങുന്ന ഒരു ബേഡ് കൂടിയാണ് എമു. ചെറുതിലേക്ക് കൊണ്ടുപോയിട്ട് നല്ലപോലെ ഇണങ്ങുന്നതാണ്, നല്ല രീതിയിൽ തന്നെ വളർത്താൻ പറ്റും. ഇതാണ് നമ്മുടെ എമുവിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമ്പറുണ്ട്, ഒന്ന് വിളിച്ചോളൂ.